കൊൽക്കത്തയിൽ നിന്നും ലണ്ടനിലേക്ക് കപ്പലിലോ ഫ്ലൈറ്റിലോ ഒക്കെ പോകുന്നത് സാധാരണയാണ്. എന്നാൽ 1957 കൊൽക്കത്തയിൽ നിന്നും ലണ്ടനിലേക്ക് ബസ് സർവീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? അതെ, 1957 തുടങ്ങിവെച്ച ഈ സർവീസാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് റൂട്ട്. ലണ്ടനിൽ നിന്ന് ആരംഭിച്ച് ബെൽജിയം, പശ്ചിമ ജർമ്മനി, ഓസ്ട്രിയ, യൂഗോസ്ലോവാക്യ, ബൾഗേറിയ, ടർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക്. ഏകദേശം 16,000 കിലോമീറ്ററാണ് ഈ വഴിയുടെ ഒരു വശത്തേക്കുള്ള ദൂരം. ഹിപ്പി റൂട്ട് എന്നാണ് ഈ റൂട്ട് അറിയപ്പെട്ടിരുന്നത്. 50 ദിവസം എടുത്താണ് ബസ് ലണ്ടനിൽ നിന്നും കൊൽക്കത്തയിലെത്തിയത്. 85 പൗണ്ട് സ്റ്റെർലിംഗ് ആയിരുന്നു അക്കാലത്ത് യാത്രയുടെ കൂലി. ഇതിൽ ഭക്ഷണം, താമസം എല്ലാം ഉൾപ്പെട്ടിരുന്നു. അക്കാലത്ത് തന്നെ യാത്രക്കാർക്ക് കിടക്കാനുള്ള ബങ്കുകളും പാട്ട് കേൾക്കാനുള്ള സംവിധാനവും ഹീറ്ററുകളും പാചകത്തിനായി അടുക്കളയും ഒക്കെ ഉണ്ടായിരുന്നു ഈ ബസ്സിനുള്ളിൽ. കേവലം ഒരു ബസ് യാത്ര മാത്രമായിരുന്നില്ല ഇത്. ഒരു വിനോദസഞ്ചാരം എന്ന രീതിയിലായിരുന്നു ക്രമീകരിച്ചിരുന്നത്. 1968 ഈ ബസ് ഒരു അപകടത്തിൽപ്പെടുകയും ആൻഡി സ്റ്റുവർട്ട് എന്ന ബ്രിട്ടീഷുകാരൻ ഈ ബസ് വാങ്ങുകയും പിന്നീട് പുതുക്കിപ്പണിത് ആൽബർട്ട് എന്ന പേര് നൽകി ബസിന്റെ അടുത്ത പ്രയാണം തുടങ്ങി. എന്നാൽ പിന്നീട് ഇറാൻ പ്രശ്നങ്ങളും ഇന്ത്യ പാക് ബോർഡർ പ്രശ്നങ്ങളും ഈ ബസ് റൂട്ടിന് 1976 തിരശീല വീണു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.